നമസ്കാരം. തൊടിയിലൂടെ എന്ന എന്റെ വീഡിയോയിൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കഞ്ഞെണ്ണ, കയ്യൂന്നി. ദശപുഷ്പത്തിലെ ഒരു പ്രധാന ഔഷധമാണ് കയ്യൂന്നി. ഈർപ്പമുള്ള സ്ഥലങ്ങളിലും വയൽവരമ്പുകളിലും ധാരാളമായി കണ്ടുവരുന്നു. ഇന്ന് തൊടിയിലൂടെ കഞ്ഞെണ്ണ ഒന്ന് നോക്കിയാലോ. കഞ്ഞെണ്ണ പറഞ്ഞു നല്ല മരട് കഞ്ഞെണ്ണ അവിടെ ആവശ്യത്തിന് മാത്രം പഠിച്ചാൽ മതി. ബാക്കി അവിടെ തന്നെ നിർത്തണം. കാരണം നമുക്ക് വീണ്ടും വീണ്ടും ആളുകൾക്ക് ഉപയോഗിക്കാനുള്ളതാണ്. അപ്പോൾ നമ്മളിത് വളരെ ഗൗരവമായിട്ട് കാണേണ്ട ഒരു സാധനമാണ് കഞ്ഞെണ്ണ. കഞ്ഞെണ്ണ, കയ്യൂന്നി, ഭൃംഗരാജ എന്നെല്ലാം അറിയപ്പെടുന്നു. ഇതിന്റെ ഗുണങ്ങൾ നിങ്ങൾക്കറിയുമോ? നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കേണ്ടതാണ്. കഞ്ഞെണ്ണന്റെ നീര് ഇതെടുത്ത് നമ്മൾ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തയ്യാർ ചെയ്യുകയാണെങ്കിൽ നമ്മളെ തലന്റെ അകാല നര, തലക്ക് തണുപ്പ്, മുടിക്ക് അഴക്, മുടിയുടെ കറുപ്പ് എല്ലാറ്റിനും വളരെ നല്ല ഒരു ഔഷധമാണ് കഞ്ഞെണ്ണ. ഇതിൽ തന്നെ പല മരുന്നും ചേർത്ത് നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. കറ്റാർവാഴ, പച്ചനെല്ലിക്ക എന്നിങ്ങനെ പല മരുന്നും ഇതിൽ ചേർക്കാനുണ്ട്. അതുകൊണ്ട് കലക്കമായിട്ട് ഇതിന്റെ വേര് തന്നെ കലക്കനായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇരട്ടിമധുരം, അഞ്ഞനക്കല്ല് ഇതെല്ലാം ഉപയോഗിച്ചാൽ നമുക്ക് തലക്ക് തണുപ്പ്, തലക്ക് കുളിർമ, അങ്ങനെയുള്ള അത് പ്രത്യേകിച്ച് കാഴ്ചശക്തി കൂടാൻ ഏറ്റവും നല്ലൊരു മരുന്നാണ് കഞ്ഞെണ്ണ. ഇതിന്റെ ഗൗരവം നമുക്ക് അറിയാഞ്ഞിട്ടാണ്. ഇത് തന്നെ നമുക്ക് കണ്ടെത്താൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇത് വയൽ പ്രദേശങ്ങളിലും ഈർപ്പമുള്ള ഭാഗങ്ങളിലെല്ലാം നമ്മൾ ധാരാളം കണ്ടുവരുന്നുണ്ട്. നമ്മൾക്കൊക്കെ ഇവിടെ കിട്ടുന്ന വളരെ നല്ലൊരു ഔഷധമാണ്. പ്രത്യേകിച്ച് ഇതിന് വേറൊരു പ്രത്യേകത ഉണ്ട്. പറഞ്ഞാൽ ദശപുഷ്പത്തിലെ ഒരു പ്രധാന ഔഷധമാണ് കഞ്ഞെണ്ണ. ഇതിന്റെ ഔഷധ ഗുണങ്ങൾ നിങ്ങൾക്കറിയുമോ? നിങ്ങൾ അറിഞ്ഞിരിക്കണം. അകാല നര, തലക്ക് തണുപ്പ്, മുടി കറുക്കാൻ ഇതിനെല്ലാം ഉപയോഗിക്കാം കഞ്ഞെണ്ണ. ഇതിലിപ്പോ കഞ്ഞെണ്ണ ചേരുന്ന ഒരു 1-2 ഐറ്റം ഞാൻ പരിചയപ്പെടുത്തി തരാം. നീലിഭൃങ്ങാതി വെളിച്ചെണ്ണ. നീലി എന്ന് പറയുമ്പോൾ അമരിയാണ്, ഭൃങ്കൻ എന്ന് പറഞ്ഞാൽ കഞ്ഞെണ്ണാണ്, ആദി എന്ന് പറഞ്ഞാൽ മുതലായവാണ്. അപ്പോൾ ഒരുപാട് മരുന്നുകൾ ചേർന്നിട്ടുള്ളതാണ്. ഇതിന്റെ ഉപയോഗവും നമ്മൾ ഉപയോഗിക്കേണ്ട രീതിയും ഞാൻ പരിചയപ്പെടുത്തി തരാം. കാരണം ഇതൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ കുളിച്ച് ഒഴിവാക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് പറഞ്ഞാൽ ഈ നീലഭൃങ്ങാതി ഉപയോഗിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് തലക്ക് തണുപ്പ് കിട്ടും, കാഴ്ചശക്തി കൂടുന്നുണ്ട്, മുടി വളരുന്നുണ്ട്. അതുകൊണ്ട് മുടി പൊട്ടിപ്പോയിട്ടൊക്കെ വല്ലാണ്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഏറ്റവും നല്ല ഒരു മരുന്നാണ് നീലഭൃങ്ങാതി വെളിച്ചെണ്ണ. അതിലെ ഒരു പ്രധാന ഔഷധമാണ് കഞ്ഞെണ്ണ. അതേ രീതിയിൽ തന്നെ കഞ്ഞെണ്ണ ചേരുന്ന ഒരു മരുന്നാണ് നരസിംഹ രസായനം. കാരണം കഞ്ഞെണ്ണ ഇതിൽ ചേരുന്നുണ്ട്. നന്നായിട്ട് കഞ്ഞെണ്ണ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് നരസിംഹ രസായനം. ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങളെ മുമ്പിൽ എത്തിക്കുന്നതിന് വേണ്ടി ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.